ഡോക്ടർ എനിക്ക് കുറേ നാളായിട്ട് വിട്ടുമാറാത്ത തലവേദന വന്നുകൊണ്ടിരിക്കുക ഡോക്ടർ. ഞാൻ ടൈഗർ ബാം തേച്ച് നോക്കി, വിക്സ് തേച്ച് നോക്കി, ആവി പിടിച്ച് നോക്കി, വെറ്റൽ വെച്ച് നോക്കി, എന്നിട്ടും ഇതിലൊരു മാറ്റം വരുന്നില്ല ഡോക്ടർ. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു 5 മിനിറ്റ് ആശ്വാസം കിട്ടും. എന്നിട്ടും പഴയതുപോലെ തന്നെ ആ തലവേദന വന്നുകൊണ്ടിരിക്കുക ഡോക്ടർ. എന്ത് ചെയ്താൽ ഇതിനൊരു ആശ്വാസം കിട്ടും ഡോക്ടർ? നമ്മുടെ നാട്ടിൽ കുറേ പേർക്ക് ഇതേ സെയിം പ്രശ്നം ഉണ്ടാവും. ചിലർക്കൊക്കെ ഇതെല്ലാം ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് കുറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇത് ചെയ്തിട്ടും മാറാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ഈ തലവേദന വരുന്നത് പല കാരണങ്ങൾ കൊണ്ടാവാം. ചിലവർക്ക് തലവേദന ഫുള്ളായിട്ടുണ്ടാവും, ചിലവർക്ക് പകുതി ഉണ്ടാവുള്ളൂ, അതായത് ഈ ഒരു ഭാഗത്ത് മാത്രമേ തലവേദന ഉണ്ടാവുള്ളൂ. ചിലവർക്ക് ഇവിടെ ഫുള്ള് ഈ ഒരു ഭാഗത്തെല്ലാം വേദനയൊക്കെ ഉണ്ടാവും. നമുക്ക് സൈനസിന്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവും. അതായത് ഇവിടെ ഈ ഒരു ഭാഗത്ത് വേദന, ഇവിടെ ഫുള്ളായിട്ട് വേദന. പിന്നെ നമുക്ക് മൂക്കടപ്പുണ്ടാവും, മൂക്കിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ വെള്ളം പോലെ വന്നുകൊണ്ടേയിരിക്കും. പിന്നെ ചിലപ്പോൾ ഈ കണ്ണിൻ്റെ ഭാഗത്തൊക്കെ 2 കണ്ണിൻ്റെ ഭാഗത്ത് ഒരു വീക്കം പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ സൈനസിൽ ഇൻഫെക്ഷൻ ഉള്ള കാരണമാണ് അങ്ങനെ വരുന്നത്. പാരാനേസൽ സൈനസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഫേസിൽ സൈനസ് ഉണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് നമ്മൾ ശ്വസിക്കുന്നത് നമ്മുടെ എയറിനെ പ്യൂരിഫൈ ചെയ്യാനും, നമ്മുടെ ഇങ്ങനെ ഹെഡേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യമൊക്കെ ആവി പിടിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ചിലവർക്ക് നന്നായിട്ട് കുറയും, പക്ഷെ ചിലവർക്ക് അത് വീണ്ടും മാറാതെ അത് ഡെയിലി വന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ അതിന് നമ്മൾ എത്ര മരുന്ന് കഴിച്ചാലും ചിലവർക്ക് അത് കുറയില്ല. ചിലവർ എന്ത് ചെയ്യും, ഈ തലവേദന വരുമ്പോൾ തന്നെ എന്തെങ്കിലും പെയിൻ കില്ലർ മാത്രം എടുത്ത് അപ്പോൾ ആ തലവേദന കുറയും, പക്ഷെ അത് വീണ്ടും കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും അത് റെക്കറൻ്റ് ആയിട്ട് വന്നുകൊണ്ടേ ഇരിക്കും. പക്ഷെ നമ്മൾ ഒരിക്കലും അങ്ങനെ തലവേദനയ്ക്ക് അതിൻ്റെ റൂട്ട് കോസ് കണ്ടുപിടിക്കാതെ വെറുതെ പെയിൻ കില്ലർ എടുക്കാൻ പാടില്ല. അതെന്താണ് കറക്റ്റ് ആ തലവേദന വരാൻ കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം കറക്റ്റായിട്ട് അതിനെ മെഡിസിൻ എടുക്കാൻ. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നൊരു മെഡിസിൻ, അത് നമുക്ക് മൈഗ്രെയിൻ ഹെഡേക്ക് ആണെങ്കിലും, സൈനസൈറ്റിസ് കാരണമുള്ള ഹെഡേക്ക് ആണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇയർ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ത്രോട്ട് ഇൻഫെക്ഷനൊക്കെ കാരണമൊക്കെ ചില സമയത്ത് നമുക്ക് ഹെഡേക്ക് വരാം. ഇങ്ങനെയുള്ള എല്ലാ കണ്ടീഷനിലും പൊതുവായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മെഡിസിനാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുൻപിൽ. അങ്ങനെ നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മെഡിസിൻ ഉണ്ട്. ആ മെഡിസിനാണ് അണുതൈലം. ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് വെച്ച് നമ്മൾ നസ്യം ചെയ്യും. എന്താണ് നസ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൂക്കിൽ ഡ്രോപ്സ് നമ്മൾ ഉറ്റിച്ചു കൊടുക്കുന്നതാണ് നസ്യം. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു, ഇല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ, അതായത് നാളികേരം വെളിച്ചെണ്ണ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിങ്ങൾ ഫേസിൽ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഓയിൽ ഉണ്ടെങ്കിൽ ആ ഓയിൽ വെച്ചിട്ട് ആദ്യം നമ്മൾ നമ്മുടെ ഈ തലയുടെ ഒരു ഭാഗം, ഈ ഒരു കവളിൻ്റെ ഒരു ഏരിയ, ഇവിടെ എല്ലാം നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് ചെറുതായിട്ട് ആവി പിടിക്കുക. ചെറുതായിട്ട് ആവി പിടിച്ച് കഴിയുമ്പോൾ ഈ തൈലം നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കണം. അതായത് ഡബിൾ ബോയിൽ മെത്തേഡ് വെച്ച്, അതായത് ചൂടായ വെള്ളത്തിൽ ഈ ഓയിലിൻ്റെ ഡപ്പൊന്ന് ഇട്ടിട്ട് അതൊന്ന് ഹീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ഒരു മൂക്കിൻ്റെ ദ്വാരത്തിലേക്ക് തല പതുക്കെ ഇങ്ങനെ ടിൽറ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ ടിൽറ്റ് ചെയ്ത് ഒരു 2 ഡ്രോപ്പ് ഒട്ടിച്ച് കൊടുക്കുക. ഒട്ടിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഈ മൂക്ക് ക്ലോസ് ചെയ്യണം. അതിനുശേഷം ഇതേ സെയിം പ്രൊസീജിയർ നമ്മൾ ഓപ്പോസിറ്റ് നോസിലും ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഇവിടെ എല്ലാം നന്നായിട്ടൊന്ന് ഫേസ് ഫുള്ള് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ചിലപ്പോൾ വായയിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് വരും. അതായത് ഈ ഓയിൽ പതുക്കെ ഇറങ്ങി നമ്മുടെ തൊണ്ടയിലേക്ക് വരുമ്പോൾ നമ്മൾ അത് പോയിട്ട് തുപ്പിക്കളഞ്ഞിട്ട് നന്നായി വായ കഴുകുക. അതായത് അത് നമ്മൾ ഒരിക്കലും ഇറക്കരുത്, കാരണം അതിൽ നമ്മളുടെ ഇവിടെ പ്യൂരിഫൈ ആയി വരുന്ന വേസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മളത് തുപ്പിക്കളയണം, എന്നിട്ട് വായ കഴുകണം. സോ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല റിലീഫ് ഉണ്ടാവും. ഇത് നമ്മൾ ഡെയിലി ചെയ്യണം. അതായത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 7 ഡേയ്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് റിസൾട്ട് നന്നായി കിട്ടും. ഇത് നമ്മൾ എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ ചെയ്യണം. നമ്മൾ എഴുന്നേറ്റ് വന്ന് പല്ലൊക്കെ തേച്ച് നമ്മളുടെ പ്രഭാത കൃത്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഈ പ്രൊസീജിയർ, നസ്യം പ്രൊസീജിയർ ചെയ്യാനായിട്ട്. ഇത് യൂസ് ചെയ്തിട്ടും മാറിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾക്ക് നമ്മുടെ മൂക്കിനെ ഡിവൈഡ് ചെയ്യുന്ന സെപ്റ്റം ഉണ്ട്, നേസൽ സെപ്റ്റം എന്ന് നമ്മൾ പറയും. ആ സെപ്റ്റത്തിന് ചിലപ്പോൾ വല്ല ഡീവിയേഷൻ ഉണ്ടാവാം. C ഷേപ്പ്, S ഷേപ്പ് എന്നെല്ലാം നമ്മൾ പറയും. അങ്ങനെ ഡീവിയേഷൻ ഉള്ളപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് മൂക്കടപ്പും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് തലവേദനയും മൂക്കൊലിപ്പും എല്ലാം വന്നുകൊണ്ടേ ഇരിക്കും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു CT സ്കാൻ എടുത്ത് നോക്കിയാൽ നമ്മുടെ സൈനസ് എങ്ങനെയാണോ ഉള്ളത്, നമ്മുടെ നേസൽ സെപ്റ്റത്തിന് ഡീവിയേഷൻ ഉണ്ടോ എന്നെല്ലാം അറിയാൻ സാധിക്കും. ഇതൊക്കെ ചെയ്തിട്ടും അതിനുശേഷം നിങ്ങൾക്ക് ഇതേ സെയിം പ്രോബ്ലം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരിക. കാരണം നമുക്കത് എങ്ങനെയാണ് അതിനെ ചികിത്സിക്കേണ്ടതും, എങ്ങനെയാണ് നമുക്ക് എന്തുകൊണ്ടാണ് ആ തലവേദന വരുന്നതെന്നും അതിനെ എങ്ങനെ മാറ്റിയെടുക്കാം, പെർമനൻ്റ് ആയിട്ട് അതിനൊരു സൊല്യൂഷൻ എങ്ങനെ കൊടുക്കുക എന്നുള്ളതും നമുക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ ഉണ്ട്. സോ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായി താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക.